ഇത് നമുക്ക് മുതിര കറി വയ്ക്കുന്നതിന് നോക്കാം. നമ്മുടെ നാട്ടിലിപ്പോൾ മഴയുടെ നല്ല സമയമുണ്ടോ, അപ്പൊ നല്ല മഴയുള്ള സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു കറിയാണ് മുതിര കറി. കാരണം മുതിര നമ്മുടെ ശരീരത്തിന് നല്ല ചൂട് കൊടുക്കുന്നതാണ്. ഇത് എൻ്റെ അടുത്ത് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പി ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ പോണ തിരക്കായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ പോണത് ജൂലൈ 14th ഈ പറഞ്ഞ ശനിയാഴ്ചയാണ് നാട്ടിൽ പോണത്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ആയിട്ട് അതിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മുതിര കറി വയ്ക്കുന്നതെങ്കിൽ നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം മുതിര എടുത്തിട്ടുണ്ട്. മുതിര നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മുതിരയിൽ മിക്കപ്പോഴും കല്ലുണ്ടാവും. അപ്പോൾ ഒന്നല്ലെങ്കിൽ മുതിര അരിച്ചിട്ടിടുക. അരിക്കാൻ അറിയണവരാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ടിടുക. അല്ലെങ്കിൽ ഇപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് കല്ലുണ്ടോയെന്ന് നോക്കിയിട്ട് കല്ലുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കളയാം. അപ്പോൾ ഞാനിവിടെ കല്ല് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്കൊരു 4 കല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയ്ക്ക് അധികം തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പയർവർഗ്ഗങ്ങളൊക്കെ നമുക്കറിയാലോ, വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ രാവിലെ ഇതേപോലെ മുതിര കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പോണതിന് മുമ്പ് മുതിര ഏറ്റാദ്യം എടുത്തിട്ട് നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ മുതിരയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ മുതിര നമ്മൾ വേവിച്ചിട്ട് എടുക്കും. മുതിര വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പൊന്നും ചേർക്കണ്ട. ജസ്റ്റ് വേവാനുള്ള വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം ഇത് നമ്മൾ അരച്ചിട്ട് എടുക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ മുതിര നമ്മൾ വേവിച്ചിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് മുതിര അരച്ചെടുക്കും. മുതിര അരച്ചിട്ട് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഈ വേവിച്ചെടുത്തേക്കുന്ന മുതിരയും പിന്നെ ഈ തേങ്ങയും ഉണക്കമുളകും ഈ ചെറിയ ജീരകവും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കും. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഈ മുതിര വേവിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിൻ്റെ ഈ അരച്ചെടുത്തതിലേക്കാണ് പിന്നെ നമ്മൾ താളിച്ച് ചേർക്കുന്നത്. അപ്പോൾ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചുവന്നുള്ളി എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് വലുതാണ് കിട്ടുക. അപ്പോൾ ചുവന്നുള്ളി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചുവന്നുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 ചേർക്കാം. കാരണം ചുവന്നുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുതിര ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. മുതിര വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മുതിര ചേർക്കാം. അപ്പോൾ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എത്ര നല്ല മുതിരയായിരുന്നാലും മിക്കപ്പോഴും മുതിരയിൽ കല്ലുണ്ടാവും. ഈ മുതിര വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ വെള്ളം എടുത്തത് ഇതേപോലത്തെ നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കപ്പ് ഉണ്ടല്ലോ, ഈ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഈ മുതിരയുടെ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ മുകളിൽ നിൽക്കണം. കാരണം മുതിര വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരച്ചിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ലാസ്റ്റ് നമുക്ക് ഇപ്പോൾ വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മുതിര വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അരച്ചിട്ട് എടുത്തിട്ട് ബാക്കി വരുന്ന വെള്ളം കൂടിയിട്ട് താളിച്ച് ചേർക്കുന്ന സമയത്ത് ചേർക്കുക. ഇവിടെ വെള്ളം കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കറിയുടെ ചാറൊന്ന് വറ്റിച്ചിട്ട് എടുത്താൽ മതി. ഈ കുക്കർ മൂടി വയ്ക്കാം. കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വിസിൽ പോവാത്ത തരത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഈ മുതിര നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ മുതിര അങ്ങനെ വെന്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചാൽ മതി. കാരണം കുതിർത്തിയിട്ട് എടുത്തേക്കണ മുതിരയ്ക്ക് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ കുതിർത്താണ്ടാണ് മുതിര വേവിക്കാൻ വേണ്ടിയിട്ട് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സമയത്തിൽ ചെറുതായിട്ട് വ്യത്യാസം വരും. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ രണ്ടാമത് അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ മുതിര വെന്തിട്ടുണ്ട്.
മുതിര ഇങ്ങനെ കൈ കൊണ്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം. മുതിര ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ വെന്താണ്ട് നന്നായിട്ട് അങ്ങനെ ഉടഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കാണിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഈ മുതിര ഇപ്പോൾ നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കാൻ പോണതിന് മുമ്പ് നന്നായിട്ട് ചൂടാറണം. നിങ്ങൾക്കറിയാലോ, എന്ത് സാധനവും ചൂടോട് കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര നമ്മൾ മുറുക്കി പിടിച്ചാലും നമ്മുടെ മേത്തേക്ക് ചിലപ്പോൾ തെറിക്കും. ഈ മുതിര അരച്ചെടുക്കാൻ പോണതിന് മുമ്പ് ഇതിൽ നിന്ന് ഞാനിവിടെ ഇതേപോലെ ഒരു വലിയ സ്പൂൺ മുതിര അരയ്ക്കാണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കുറച്ച് നമുക്ക് അരയ്ക്കാണ്ടും കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് തന്നെ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്തേക്കണ ഈ മുതിരയും പിന്നെ തേങ്ങയും ജീരകവും ഉണക്കമുളകും ഇത് 4 കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരിക്കണം മുതിരയിൽ. അങ്ങനെ വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക. പക്ഷെ നിങ്ങൾ മുതിര വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും മുതിര അരച്ചെടുക്കാനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ മുതിര സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങയും ജീരകവും ഉണക്കമുളകും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി. ഇപ്പോൾ മുതിരയും തേങ്ങയും ഉണക്കമുളകും ജീരകവും കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് അരച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരയണ്ട, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരിയോട് കൂടിയിട്ട് അരച്ചിട്ട് എടുക്കുക. ഇവിടെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ചുണ്ട്. ഇനി ഇത് കറിയാക്കുന്ന സമയത്ത് അതിലേക്ക് ഇതിപ്പോൾ ഭയങ്കര തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കറിയിലേക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കറിയാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാം. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഈ കറി നമ്മൾ ഒരു നാടൻ കറിയാണല്ലോ. അപ്പോൾ ഇത് റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കടുക് നിങ്ങൾക്ക് എത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ കടുക് ഒരു 1/4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളകും ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് സവോളയും കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്, ഉണക്കമുളകും മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ചുവന്നുള്ളിയും എടുത്തേക്കുന്നത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേർക്കാം. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ സവോള ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെ കൂടെ കിടന്നിട്ട് ഈ സവോള ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞോളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് വഴിക്കേണ്ട കരിയും. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ മുതിര ചേർക്കാം. അങ്ങനെ കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ മുളക് അവിടെ കിടന്നിട്ടാണ്ട് കഴിക്കും. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇതെടുക്കുമ്പോൾ കുറച്ച് ഗ്രേവിയിൽ എടുക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ വെള്ളം എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഈ കറി ഒന്നും കൂടി നന്നായിട്ട് തിളക്കുകയും വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കുറച്ച് മുതിര മിക്സിയിലിട്ട് അരയ്ക്കാണ്ട് വെച്ചിട്ടുണ്ടായില്ല, അതും ചേർക്കാം. മുതിര നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തണ്ടായിരുന്നല്ലോ. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഒരുപാട് തിക്കാവണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് കുറുകി വരണം.
അപ്പോൾ ആ കറി ഇവിടെ ഒരു 10 മിനിറ്റ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് 10 മിനിറ്റ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഇങ്ങനെ ചെറുതായിട്ടും തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറി പതുക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. കാരണം ഇതിലേക്ക് നമ്മൾ മുതിരയ്ക്ക് അരച്ചിട്ടാണല്ലോ ചേർത്തേക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയായിട്ട് എടുക്കണ്ട, ഇതേപോലെ കുറച്ച് വെള്ളം പോലെ ഇടുക. അല്ലെങ്കിൽ പിന്നെ അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ട് വരും. ഈ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്ത്